السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى كل والصحابة أجمعين. أما بعد، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: إذا اتخذ الفيء ذبلا والأمانة مغنما والزكاة مغرما وتعلم لغير دين الله، وأطاع الرجل امرأته وأق أمه وأدنى صديقه وجاء فأباه، وظهرت الأصوات في المساجد وصاد القبيلة فاسقهم وأكرم الرجل مخافة شره، وظهرت القينات والمغازب وشربت الخمور، ولعن آخر هذه الأمة أولها، فارتقبوا عند الساعة ريحا حمراء وزلزلة وقذفا ومسخا وآيات تتابع كنظام قطع سلكه. رواه الترمذي. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاء والأكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. ظلمت سنة من أحيا الظلام إلى أن اشتقت قدماه الضر من ورمي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാന്യനായ അൽ മദീനത്തുൽ മുനവ്വറ എന്ന ഈ മഹത്തായ അനുഗ്രഹീത സ്ഥാപനത്തിന്റെ
ചുക്കാൻ പിടിക്കുന്ന കാര്യദർശിയും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ അധ്യക്ഷനുമായ ബഹുമാന്യനായ സയ്യിദ് അൽ ഹാദി തങ്ങൾ ഉച്ചിര, ഈ മഹത്തായ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ പ്രിയങ്കരനായ ഗുജറാത്തിലെയും അതുപോലെ മറ്റ് ഇതര സ്റ്റേറ്റുകളിലെയും സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ സഖാഫി, ഈ മഹത്തായ സമ്മേളനം ഔപചാരിക മര്യാദയോടെ ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനും ഈ നാട്ടുകാരനും ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ സഹകാരിയും കൂടിയായ ബഹുമാനപ്പെട്ട അബൂ സാലിഹ് സഖാഫി, മർക്കസ് ഗാർഡന്റെ ജനറൽ മാനേജർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, എൻ്റെ ഒരുപാട് പതിറ്റാണ്ടുകൾ കാലമായി അബുദാബിയിലെ ഒരു കാലത്ത് ലുലു സെന്ററും MK സ്റ്റോറും ഫാത്തിമയും കാരിഫോറും മാളും ഒന്നും വരാത്ത കാലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹദ് അലി തങ്ങൾ, അള്ളാഹു ആ മഹാന്റെ ഖബർ സ്വർഗത്തിന്റെ ദറജ കൊണ്ട് ഉയർത്തട്ടെ, ആമീൻ. കാസർഗോഡ് ജില്ലയിലെ അഹ്ലു ബൈത്തിൽ പേരുകെട്ട തങ്ങളായിരുന്നു താഹിറുൽ അഹദ് അലി തങ്ങൾ. ആ തങ്ങൾക്ക് അബുദാബിയിലേക്ക് കടന്നു വരാൻ ആദ്യമായി വിസ അനുവദിച്ചു കൊടുത്ത ആളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കാസറ്റ് നമ്മൾ ഏറ്റുവാങ്ങിയ അന്നത്തെ ബുഷ്റ ട്രേഡിംഗ് കമ്പനി, അബുദാബിയിലെ മദീന സായിദിൽ തലയുയർത്തി നിന്നിരുന്ന ലുലുവിനെയും അതിന്റെ അപ്പുറത്തുള്ള സ്ഥാപനങ്ങളെയും വെല്ലുന്ന ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ അബുദാബിയിലെ സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു ബഹുമാന്യനായ ബുഷ്റ അബ്ദുൽ അസീസ് ഹാജി. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത്, നമ്മുടെ ഈ പരിപാടി ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലൂടെ വരുമ്പോ എന്നെ കൂട്ടാൻ 2 മുത്താലിമീങ്ങൾ വന്നിരുന്നു. ഇവിടെ വളരെ നേരത്തെ എത്തണം എന്നുള്ളത് കൊണ്ട് പാഞ്ഞു വരുമ്പോഴാണ് എനിക്ക് വഴി അത്ര വലിയ 8 കൊല്ലമായി ഈ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല. വഴി അത്ര പരിചയമില്ലാത്തത് കൊണ്ട് കാബ് പുത്തൂരിലൂടെ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബുഷ്റയുടെ സ്ഥലമാണല്ലോ ഇത്. അങ്ങനെ ഫോണിൽ ക്ഷണിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, തീർച്ചയായും ഉസ്താദെ ഞാൻ മജ്ലിസിലുണ്ടാവും, എന്ത് തിരക്കുണ്ടെങ്കിലും വരും. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് അള്ളാഹു നമുക്കും അദ്ദേഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹക്ക് മുറുകെ പിടിക്കുന്ന പ്രവർത്തനം നടത്താൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ പ്രിയങ്കരനായ ഉസ്താദ് സഅദി സഖാഫി, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട വേറെയും പ്രിയങ്കരായ ഉസ്താദുമാര്, സഅദിമാര്, സഖാഫിമാരൊക്കെ വേദിയിലിരിക്കുകയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഉമറാക്കളായ ഭാരവാഹികൾ വേദിയിലുണ്ട്. നേരത്തെ അവിടെ പറഞ്ഞ പോലെ സദസ്സിലിരിക്കുന്നവരെക്കാൾ വളരെ പ്രധാനപ്പെട്ടവർ വേദിയിൽ അകത്ത് ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട യുവാക്കൾ, പ്രിയപ്പെട്ട ജമാഅത്ത് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഖതീബന്മാർ, പ്രിയപ്പെട്ട മുദരിസുമാർ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതോടൊപ്പം തന്നെ ഈ പരിപാടി മോനെ ഇതിന്റെ പേരെന്താ? KSOCR. വാട്ട് ഈസ് ദ മീനിങ് KSOCR? കർണാടക കർണാടക സുന്നി ഓൺലൈൻ ആ സംപ്രേഷണം ലൈവായി അത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ലൈവായി ചെയ്യുന്ന ഈ സംപ്രേഷണം ശ്രദ്ധിക്കുന്ന വിദേശത്തുള്ള സ്വദേശത്തുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവിന്റെ ദീനിന്റെ തഹ്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സർവീസ് ഇവിടെ ചെയ്യുന്ന KSOCR-ന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെയും ഈ എളിയവനിൽ എളിയവനായ എനിക്ക് നിങ്ങൾ നൽകുന്ന ആദരവ് എനിക്കല്ല എന്നെനിക്ക് തിരിച്ചറിയാം. എന്റെ പൊസിഷന് വേണ്ടിയും അല്ല എന്നെനിക്ക് തിരിച്ചറിയാം. എന്താണ് എന്നോടും എന്നെ പോലത്തെ ആ പണ്ഡിതന്മാരോടും സാദാത്യങ്ങളോടും നിങ്ങൾ വെക്കുന്ന പ്രിയത്തിന്റെ കാരണം? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം.
ഇൽമ്, വിദ്യാഭ്യാസം അത് ഈ സമുദായത്തിന്റെ ജീവനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനോടുള്ള സ്നേഹമാണ് എളിയവനിൽ എളിയവനായ എന്നോടും മറ്റു പണ്ഡിതന്മാരോടും സാദാത്യങ്ങളോടും നിങ്ങൾ വെക്കുന്ന സ്നേഹം. അൽഹംദുലില്ലാഹ്, ഈ ഒരു പരിപാടിക്ക് ബഹുമാനപ്പെട്ട അബൂ സാലിഹ് സഖാഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിർബന്ധമായി വരണം, നമ്മുടെ നാട്ടിലുള്ള ഒരു പരിപാടിയാണ്. എന്നെ ബുഷറ അസീസ ആജി ഒരുപാട് പരിപാടികൾ ക്ഷണിച്ചു. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം നേരത്തെ അവിടെ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ജുഡീഷ്യൽ കമ്മീഷൻ. സെയിം ദ ഫംഗ്ഷൻ ഓഫ് ആൻഡ് ആക്ടിവിറ്റി, അതർ ആക്ടിവിറ്റി ഈക്വൽ ടു സിവിൽ കോഡ്. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാര അവകാശങ്ങളുമുള്ള ഒരു കോടതിയിലെ 3 ജഡ്ജിമാരിൽ ഒരാളായി ഉള്ളവൻ കഴിഞ്ഞ 8 കൊല്ലം കേരളത്തിൽ സേവനം ചെയ്യുക. സമൻസ് അയക്കാം, വാറണ്ടാക്കാം, റിമാൻഡ് ചെയ്യാം. അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് പറയുന്ന അധികാരങ്ങളുള്ള ഒരു വലിയ കമ്മീഷനാണത്. സുപ്രീം കോടതിയുടെ ഡയറക്ഷനിലിരിക്കുന്നതാണ്. നിങ്ങളുടെ കർണാടക സ്റ്റേറ്റിൽ ഈ കമ്മീഷനൊക്കെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലുണ്ട്. പക്ഷെ ഒരു മുസ്ലിയാര്, ഒരു മതപണ്ഡിതൻ വരേണ്ട പോസ്റ്റല്ല ഇത്. മിനിമം IAS IPS അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയുടെ പോസ്റ്റിലെങ്കിലും ഇരുന്ന ആളുകൾ മാത്രം ഇരുന്ന ഒരു പോസ്റ്റിൽ ഇതോ ഈ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ സഖാഫി എന്നുള്ള ഒറ്റ ബിരുദം കൊണ്ട് ഈ ഉള്ളവൻ അവിടെ കയറിയിരിക്കാൻ കഴിഞ്ഞത്, അതിന്റെ എല്ലാ ക്രെഡിറ്റും നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിൽ തിളങ്ങുന്ന മുഖമായി കൊണ്ട് ഖമറിനെ അന്ത ശംസുൻ അന്ത ബദറുൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞ പോലെ നമുക്ക് പറയാവുന്ന ഖമറുൽ ഉലമ ശൈഖുന ശൈഖുൽ സമാൻ താജുൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, ആമീൻ. ആ മഹാന്റെ കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ, ആമീൻ. ആ മഹാനവർകളുടെയും അതുപോലത്തെ ഉസ്താദുമാരുടെയും ദുആ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഞാൻ LLB അല്ല, IAS അല്ല, IPS അല്ല എന്ന് എൻ്റെ പ്രഭാഷണം 28 കൊല്ലമായി കർണാടകയിൽ ഞാൻ പ്രഭാഷണത്തിന് വരാൻ തുടങ്ങിയിട്ട് 28 കൊല്ലമായി. എന്നെ വിളിക്കാൻ വന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ നിനക്കെത്ര വയസ്സായി? ഉസ്താദ് 24 ആയിട്ടുണ്ട്. അവ നിന്നെ പ്രസവിക്കുന്നതിൻ്റെ 4 കൊല്ലം മുമ്പ് നമ്മളിവിടെ വരാൻ തുടങ്ങിയിരിക്കണം. അവ ആ ന്യൂ ജനറേഷനിലെ കുട്ടികളാണ് ഇപ്പൊ നമ്മളെ വാതിൽ വിളിക്കാൻ വരുന്നത്. അൽഹംദുലില്ലാഹ്, അവരൊക്കെ കണ്ടുമുട്ടാൻ കഴിയുന്നതിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഫോർമാലിറ്റീസും ടൈറ്റിലും ഒന്നും വെച്ചിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ കാറ് കൊണ്ടുവന്നത് അത് ഗവൺമെന്റ് തന്ന കാറുള്ളപ്പോ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ച് ചെലവ് ഇവിടുന്ന് തന്നിട്ടാ കൊണ്ടുവന്നത്. അല്ല, ഗവൺമെന്റ് ചെലവിലല്ല വന്നത്. ഗവൺമെന്റ് ചെലവിൽ വേണമെങ്കിൽ വരായിരുന്നു. അത് അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യും. കുല്ലുക്കും റാഉ വ കുല്ലുക്കും മസ്ഊലൂന അൻ റഅയതിഹി എന്ന ഹദീസ് നിരന്തരം വാഴ്ന്നു പറയുന്ന ആളുകളാണ് നമ്മൾ. വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഗവൺമെന്റ് സർവീസിൽ വരാം. ഞാൻ ബാംഗ്ലൂരിലെ ഇവിടുത്തെ ആസ്ഥാനത്തേക്ക് ഒരു ലെറ്റർ കൊടുത്താൽ മതി, ഞാൻ ഇവിടെ കമ്മീഷനിൽ വരുന്നുണ്ട്, എനിക്കിവിടെ പോലീസ് പ്രൊട്ടക്ഷനും അതുപോലെ അക്കോമഡേഷനൊക്കെ തരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലെ DGPക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷനും അതുപോലെ അറേഞ്ച്മെന്റും തന്നേ പറ്റും. അത് ഭരണഘടനയാണ്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഞാനിവിടെ ഒരു പണ്ഡിതനായി ഒരു മുതഅല്ലിമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ നിലക്ക് മാത്രമേ എന്നെ കാണണമെന്ന് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോട് പറയാട്. അങ്ങനത്തെ യാതൊരുവിധ പരിഗണനയും എനിക്ക് തരരുത് എന്ന് കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനേക്കാൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അഭിമാനത്തോടെ ഇന്നും എക്കാലത്തും പറയുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വഅദ് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മലാദുൽ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് തങ്ങളുടെ കറാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് എന്താണ്? 40 നൂറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 40 പതിറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ. 40 പതിറ്റാണ്ട് 40 വർഷം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ തൗഫീഖ് നൽകുന്നത് മഹാഭാഗ്യം തന്നെയാണ്. നമ്മുടെ AP ഉസ്താദിനൊക്കെ കിട്ടുന്ന ഭാഗ്യത്തിന്റെ ആ വലിയ ഭാഗ്യം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ തീരത്തില്ല. അപ്പോ
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വായത് പറയുക, അത് കേൾക്കുക, അത് പറയുക, അത് മനസ്സിലാക്കുക. ഇതിനേക്കാൾ വലിയൊരു പ്രവർത്തനം ലോകത്തൊന്നും കിട്ടാനില്ല കേട്ടോ. ഇതിനേക്കാൾ വലിയ ഇസ്ലാമിക പ്രവർത്തനം ഇല്ല. നിങ്ങൾ വിചാരിക്കും വായതാണോ പത്ര വലിയ കാര്യം? ആ സമയം വല്ല 10 കുട്ടികളെ കെട്ടിക്കേ, വല്ല എത്തിങ്ങാന, അല്ലെ അറബി കോളേജ്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അതിനേക്കാൾ ഒറ്റ വലുതാണ് ഇൽമ്, വിദ്യാഭ്യാസം. അതാണ് ഈ ഇസ്ലാമിന്റെ ജീവനെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. ഇൽമിന്റെ വില അറിയാം. ഞാനൊരു വാചകം തുടക്കത്തിലെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആണുങ്ങളോടും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടൊക്കെ പറയാം. നമ്മളിപ്പോൾ മജ്ലിസിന്റെ ഇവിടെ വന്നിരുന്നു, ഇൽമ് ശ്രമിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിനും, നിസ്കാരായാലും നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായാലും എന്തിനും മോനെ അതിന്റെ ആദ്യം വേണ്ട ഒരു കാര്യം ഏതാണ്? നിയ്യത്താണ്. മോനെ അവിടെ ഒന്നുമില്ല, ഇങ്ങോട്ട് നോക്ക്, അവിടെ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടല്ലേ നിൽക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഫർമേഷൻ തരും കേട്ടോ. ഇവിടുന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും വേഗം ഓടിക്കോ, കഴിച്ചിലാക്കിക്കോന്നു. അവിടെ നിന്നൊന്നും വരുന്നില്ല, ഒരു വണ്ടി അങ്ങ് പോയതാ, അത്രയേ ഉള്ളൂ കേട്ടോ. ആ സീക്രട്ട് പോയല്ലോ. അവ ഏതൊരു അമലിനും അത്യന്താപേക്ഷിതമായ ഇമ്പോർട്ടന്റായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിയ്യത്ത്. സഹീഹുൽ ബുഖാരിയുടെ നിങ്ങളൊക്കെ ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്, ദർസ് നടത്തുന്ന മുദരിസുമാരാണ്, വലിയ ഖത്തീബന്മാരാണ്, ഉസ്താദുമാരാണ്, സാലിഹീങ്ങളാണ്, തങ്ങന്മാരാണ് നമ്മുടെ മജ്‌ലിസിലിരിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയല്ല വാഴ പറയുന്നത്. പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കുള്ള വാഴല്ല ഞാൻ പറയുന്നത്, നാടന്മാർക്കുള്ള വാഴ. പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കുള്ള വാഴ നാളെ എന്റെയും നമ്മുടെ എല്ലാവരും ഉസ്താദ് വരുമ്പോൾ പറയും. അതുകൊണ്ട് അതിന് കൈയിടാനുള്ള യോഗ്യത അധികാരമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നാടന്മാർക്കുള്ള വാഴ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ മറ്റൊരു കേൾക്കണ്ടെന്നല്ല, അതിൽ ചിലത് നിങ്ങൾക്കും ബാധകമായതുണ്ട്, അത് നിങ്ങളും കേൾക്കണം. എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ അതിൻ്റെ മർജിഇലൈ നാടന്മാരിലേക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാധാരണക്കാരിലേക്കാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിലുള്ള ഒരു ഹദീസാണ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് അവന്റെ നിയ്യത്ത് കൊണ്ടാണ്. കരുത്ത്. നിയ്യത്തിന് മലയാളത്തിൽ പറയുന്നത് എന്താ? കരുതുക. നിയ്യത്ത് എവിടെ ഉണ്ടാവേണ്ടത് മോനെ? അന്നിയ്യത്തു ഫിൽ ഖൽബ്. അന്നിയ്യത്തു ഫിൽ ഖൽബ്. നിയ്യത്ത് ഹൃദയത്തിലാണ് വേണ്ടത്. അത്തലഫുദു ബിഹി, നിയ്യത്ത് കൊണ്ട് സംസാരിക്കൽ, മൊഴിയൽ, അത് സുന്നത്തേയുള്ളൂ. നിസ്കാരത്തിന്റെ നിയ്യത്തായാലും, നോമ്പിന്റെ നിയ്യത്തായാലും, ഹജ്ജിന്റെ നിയ്യത്തായാലും, ഉംറയുടെ നിയ്യത്തായാലും, സക്കാത്തിന്റെ നിയ്യത്തായാലും, നിയ്യത്ത് പരസ്യമായി പ്രഖ്യാപിക്കൽ സുന്നത്തേയുള്ളൂ. പക്ഷേ നിയ്യത്ത് നിർബന്ധമായതുണ്ട്, സുന്നത്തായതുണ്ട്. ഏതൊരു കാര്യത്തിനും നിയ്യത്ത് അനിവാര്യമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എല്ലാ അമലിന്റെയും സ്വീകാര്യത അവന്റെ നിയ്യത്ത് കൊണ്ട് നോക്കിയിട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ഹാദി തങ്ങളുടെ അധ്യക്ഷതയിൽ, ബഹുമാനപ്പെട്ട സാദി ഉസ്താദിന്റെയും സഖാഫി ഉസ്താദുമാരുടെയും ഒക്കെ അധ്യക്ഷതയിൽ നിരവധി മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും അതുപോലെ തന്നെ സാലിഹീങ്ങളെയും സാലിഹാത്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വഅദ് സംഘടിപ്പിച്ചു. അത് അല്ലാഹ് സ്വീകരിക്കണ്ടേ മോനെ? വേണം. അല്ലാഹ് സ്വീകരിക്കണം. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വേണം, നിയ്യത്ത് വേണം. അതുകൊണ്ട് ഈ വഅദ് ശ്രവിക്കുന്ന എല്ലാ ആണും പെണ്ണും നിയ്യത്ത് ചെയ്യുക. മനസ്സിൽ എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? നബൈതു സൗമഹദിൻ അന്നദാഇ ഫർദി റമദാനി ഹാദി സനത്തിൽ ഇല്ലാഹി തആല എന്ന് അങ്ങനെ പറഞ്ഞു പറയണ്ട. അല്ലെങ്കിൽ ഉസല്ലി ഫർദൽ ളുഹരി അല്ലെങ്കിൽ അസരി അല്ലെങ്കിൽ ഉസല്ലി സുന്നത്ത് ഇന്നത് അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും വെക്കണ്ട. പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കർണാടകയിൽ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണ് കിട്ടുമെങ്കിൽ ആ ലാംഗ്വേജിൽ നിങ്ങൾ മനസ്സിൽ കരുതുക, അല്ലാഹുവേ, ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ ഈ കേൾക്കുന്നത്, എന്റെ എല്ലാ ഇരുത്തവും ഈ കേൾക്കലുമെല്ലാം അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിനായി സമർപ്പിക്കപ്പെടുകയാണ്, നിന്റെ റിളാക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ് എന്ന് നിങ്ങൾ ഒരു നിയ്യത്ത് മനസ്സിൽ കരുതി ഇവിടെ ഇരുന്നാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ മോനെ? എത്രയാ? നമ്മുടെ ബുഷ്റ അസീസ ആജി
നമ്മളൊരു കാസറ്റ് അദ്ദേഹത്തിന് കൊടുത്തല്ലോ, 2-3 കാസറ്റ് കൊടുത്തു. ഒന്ന് എനിക്ക് തന്നെ തിരിച്ചു തന്നു. അതിന് കാശൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, തിരിച്ചു തന്നു. അപ്പോ അദ്ദേഹം അതിന് 10,001 രൂപ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മജ്ലിസിലേക്ക്, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ കാസറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വകയായി സംഭാവന ചെയ്തിരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ 10,001 രൂപ അദ്ദേഹം നമുക്കിവിടെ സദഖ ചെയ്തു. നമ്മളിവിടെ ഈ ഒരു നിയ്യത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? അത് പറഞ്ഞ് വാതിലേക്ക് അങ്ങ് കടക്കുകയാണ് ഞാൻ. ഈ ഒരു നിയ്യത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ ഒരു രാത്രിയുടെ 1 മണിക്കൂർ സമയം അല്ലാഹുവിന്റെ ഇൽമ പറയാനോ കേൾക്കാനോ സമയം ചെലവഴിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന്റെ പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലം നൽകപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിച്ച നിസ്കാരക്കാരന്റെ നിസ്കാരത്തേക്കാൾ വലിയ പ്രതിഫലം. അതങ്ങനെയെങ്കിൽ പറയുമ്പോ നമുക്കതിന്റെ ഗ്രാവിറ്റി അറിയില്ല, അതിന്റെ ആകെ ഗ്രാൻഡ് ടോട്ടൽ അറിയില്ല. 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് എന്ന് പറയുമ്പോൾ പറയാൻ അത്ര എളുപ്പമുണ്ട്. പക്ഷെ 1000 റക്അത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര വേണം നമ്മൾ നിസ്കരിക്കാൻ? ഇപ്പൊ നമ്മൾ നോക്ക്, ഇന്ന് സാധാരണക്കാരന്റെ കഥ ഞാൻ പറയുന്നത്. സാധാരണക്കാരായ നമ്മൾ ഇന്ന് സുബഹി മുതൽ ഇശാ വരെ എത്ര റക്അത്ത് നിസ്കരിച്ചു? നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. സുബഹി മുതൽ ഇശാ വരെ ഒരു സാധാരണക്കാരൻ എത്ര റക്അത്ത് നിസ്കരിച്ചു? സുബഹിയുടെ മുമ്പ് 2, സുബഹി 2 4, ലൊഹറിന്റെ മുമ്പ് 4 8, ലൊഹർ 4 8 4 12, ലൊഹറിന്റെ ശേഷം 4 12 4 16, അസറിന്റെ മുമ്പ് 2 16 2 18, അസർ 4 18 4 22, മഗ്രിബിന്റെ മുമ്പ് വേണമെങ്കിൽ 2 കൂട്ടാം. 22 + 2 = 24, മഗ്രിബ് 3 27, ശേഷം 2 29, ഇശായിന്റെ മുമ്പ് 4 29 1 30 33, ഇശായ് 4 33 4 37, ഇശായിന്റെ ശേഷം 4 37 4 41, മിനിമം 3 റക്അത്ത് വിത്തർ. 41 + 3 = 44. 24 മണിക്കൂറിന്റെ അകം സാധാരണക്കാരായ നമ്മൾ തലകുത്തി മറിഞ്ഞ് വീണ് ഒടഞ്ഞ് നിസ്കരിച്ചത് എത്ര? 44 റക്അത്തേ ഉള്ളൂ. അപ്പോഴാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഒരു രാത്രിയുടെ 1 മണിക്കൂർ സമയം അല്ലാഹുവിന്റെ ഇൽമ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ 1000 റക്അത്ത് മുത്തലഖായ സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരക്കാരന്റെ പ്രതിഫലം തരാമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്ത നാക്കിന്റെ ഉടമസ്ഥനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ആ പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഈ മജ്ലിസിൽ വന്നിരിക്കുന്നത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്, നിന്റെ ദീന് ശപിക്കാനാണ്. അവസാനം അത് ശപിച്ചുകൊണ്ട് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് സുജൂദിൽ കിടന്നിട്ട് ഹബീബ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടതിന്റെ ശേഷം, പടച്ച റബ്ബേ, എല്ലാ വസിയത്ത് മുറാദുകളൊക്കെ പറഞ്ഞുറപ്പിക്കപ്പെട്ടതിന്റെ ശേഷം, ദീർഘായുസ് ആഫിയത്തോടെ നൽകപ്പെട്ടതിന്റെ ശേഷം, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സുജൂദിൽ കിടന്ന് മരിപ്പിച്ചു തരണേ അല്ലാഹ്, ആമീൻ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ 1000 റക്അത്തിന്റെ പ്രതിഫലം 1 മണിക്കൂർ ഇവിടെ ഇരുന്നാൽ നമുക്ക് കിട്ടാൻ പോകുക. അത് വെറുതെ കളയരുത്. ഡോണ്ട് മിസ്യൂസ്, അത് ദുരുപയോഗം ചെയ്യരുതെന്ന് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. അൽ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്ന സ്ഥാപനം, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ബഹുമാനപ്പെട്ട സഖാഫിയുടെ സ്വാഗതത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും സഖാഫിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലും പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ദാവാ കോളേജ് നടക്കുന്നുണ്ട്, അഗതി അനാഥ മന്ദിരം നടക്കുന്നുണ്ട്, ശരീഅത്ത് കോളേജ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹോം കെയർ പരിപാടി,
വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ ദത്തെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപകൾ ആ വഴിയായി ചെലവഴിക്കുന്ന വലിയ പദ്ധതികൾ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെ കാണുന്ന വലിയ മനോഹരമായ ബിൽഡിങ്ങും നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വലിയ പള്ളിയും ഇവിടെ ഈ ക്യാമ്പസിൽ കയറിക്കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ മഹാനവർകളാണ് ഇതിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഇന്ന് നമ്മോട് കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹുവേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് അദ്ദേഹത്തെ നീ ആനയിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ദറജ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങളുടെ കൂടെ ഉയർത്തിക്കൊടുത്ത് ആദരിക്കണേ അല്ലാഹ് എന്നീ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ 10ാം വാർഷികാഘോഷമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. 10ാം വാർഷികാഘോഷമാണ്. തിൽക അശറത്തുൽ കാമില. വിശുദ്ധ ഖുർആൻ 10നെ പറ്റി അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തിൽക അശറത്തുൽ കാമില. 10നൊരു വലിയ പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. ഏതിനും 10ന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഒരു 10ാം വാർഷികാഘോഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സ്ഥാപനം കൊണ്ട് എന്ത് നേട്ടമാണ് നമ്മുടെ നാട്ടിലുണ്ടായത് എന്നതിന്റെ തെളിവാണ് ഇവിടുത്തെ പണ്ഡിതന്മാരും ഉസ്താദുമാരും ആലിമീങ്ങളും ആരിഫീങ്ങളും ഉലമാക്കളും ഉമറാക്കളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് കൂടാൻ കാരണം ഈ ഒറ്റ സ്ഥാപനം. അത് അല്ലാഹു തആല സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. ഇന്ന് ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ 10ാം വാർഷികം ഇവിടെ ആഘോഷിക്കുന്നത്. പരസ്പരം ആരും ഒരു 2-3 മണിക്കൂർ വരെ സംസാരിക്കരുത്. അത് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കഥാ വീട്ടിൽ പിന്നെയാണ് വീട്ടാൻ മതി. ഇപ്പൊ കുറച്ചു നേരം ഒന്ന് എല്ലാവരും ഒന്ന് സഹകരിച്ചിരിക്കണം. ലോകത്തിലുള്ള മുസ്ലിമീങ്ങള് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സമ്മേളനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് യമൻ. യമനിനെ പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഇൽമു ഫിൽ യമൻ, അൽ ഇൽമു ഫിൽ യമൻ. ഇൽമു കിടക്കുന്നത് യമനിലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ നാക്ക് കൊണ്ട് പറഞ്ഞ ഹദീസാണത്. ആ യമൻ എന്ന് പറയുന്ന രാജ്യത്തിനോട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് എത്രയാണെന്നറിയോ? എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് മദീനയിലുള്ള സമയം അല്ലാഹുവിന്റെ റസൂൽ യമനിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇങ്ങനെ അഴിച്ചിടുകയാണ്. ഷർട്ടിന്റെ ബട്ടണുകൾ മുഴുവൻ അടിച്ചിട്ടിട്ട് യമനിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുകയാ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എല്ലാ ദിവസവും അങ്ങ് ഷർട്ടിന്റെ ബട്ടൺ അടിച്ചുകൊണ്ട് യമനിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ യമനിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നല്ലോ. എന്താണ് സൗദി അറേബ്യയേക്കാൾ വലിയ പ്രത്യേകത യമനിനുള്ളത്? എന്താണ് ഖത്തറിനേക്കാൾ വലിയ പ്രത്യേകത യമനിനുള്ളത്? എന്താണ് സിറിയയേക്കാൾ വലിയ പ്രത്യേകത യമനിനുള്ളത്? എന്താണ് ഈജിപ്തിനേക്കാൾ വലിയ പ്രത്യേകത യമനിനുള്ളത്? എന്താണ് ഷാമിനേക്കാൾ വലിയ പ്രത്യേകത യമനിനുള്ളത്? മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളേക്കാൾ വലിയ പ്രത്യേകത എന്താണ് യമനിനുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് എന്നെ ഏറ്റവും അധികം പ്രേമിക്കുന്ന ഒരു വ്യക്തി കിടക്കുന്നത് യമനിലാണ്. ആ വ്യക്തിയുടെ പ്രേമത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് മദീനയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യമനിൽ നിന്ന് വരുന്ന കാറ്റ് എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു യമൻ, ഐ ലൈക്ക് യു യമൻ. ഞാൻ യമനിനെ പ്രേമിക്കുകയാണ്, ഞാൻ യമനിനെ സ്നേഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ യമനിനെ പറ്റി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് എത്ര കണ്ടാണ്? ഞങ്ങളുടെ ബാപ്പയെക്കാട്ടിലും ഉമ്മയെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും മക്കളെക്കാട്ടിലും മരുമക്കളെക്കാട്ടിലും ഞങ്ങളുടെ എല്ലാത്തിനേക്കാൾ റസൂലുള്ളാഹിനെ പ്രേമിച്ചവരാ ഞങ്ങള്. ബഹുമാനപ്പെട്ട സയ്യിദനാ ഉമറുൽ ഫാറൂഖ്, സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദനാ ഉസ്മാൻ ദിന്നൂറൈൻ, സയ്യിദനാ അലിയും കറമഹുല്ലാഹ്, സയ്യിദനാ അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ്, ചരിത്രത്തിന്റെ ഒരു ഭാണ്ഡക്കെട്ട് തന്നെ കിടക്കുകയാണ്. ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന്റെ തെളിവ് നിരത്തിവെക്കാൻ ഈ എളിയവന് സമയമില്ല, അറിവില്ല. ഉള്ളത് തന്നെ പറയാൻ, അത് കേൾക്കാനും പറയാനും നമുക്ക് സമയമില്ല.
പ്രിയപ്പെട്ടവരെ, അബീ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പേര് പറയുന്ന 10 സ്വഹാബാക്കളിൽ ഒരാളാണ് അബീ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. അബീ ഉബൈദ എന്നാണ് പേര്. ജറാഹി എന്നുള്ളത് അബീ ഉബൈദയുടെ വാപ്പാണ് പേരാണ്. ജറാഹ് മുശ്രിക്കാണ്, കാഫിറാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്. മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയം ജറാഹ് കടന്നു വന്നു ഒരിക്കൽ. എന്നിട്ട് വെല്ലുവിളിച്ചു, മുഹമ്മദേ, എന്റെ മകനായ അബീ ഉബൈദയെ നീ പിടിച്ചു വെച്ചിരിക്കുകയാണ്, പാവപ്പെട്ടവരെ നീ പറ്റിക്കുകയാണ്, നീ തമ്മാടിയാണ്, നീ കള്ളനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മുഹമ്മദേ, നീ നിന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് സമരം നടത്തി, യുദ്ധം നടത്തി, ആ യുദ്ധത്തിൽ നിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും മരിച്ചാൽ അവരൊക്കെ ഷഹീദാണ്. ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല. കുളിപ്പിക്കാതെ കബറടക്കം ചെയ്യപ്പെടുന്ന ആ ഷഹീദ് ആ ചോരയോടുകൂടെ സ്വർഗത്തിലാണെന്നല്ലേ മുഹമ്മദേ നീ പഠിപ്പിക്കുന്നത്? ജറാഹ് വന്നിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, എന്നാൽ നിന്റെ കൂട്ടത്തിൽ ആൺപിള്ളേരുണ്ടെങ്കിൽ ഇറക്കി വിടൂ മുഹമ്മദേ. ഞാൻ കുറച്ചാളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. ആണത്തമുള്ളവരുണ്ടെങ്കിൽ എന്നോട് കൂടെ ഇറങ്ങി വരട്ടെ, അവർക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള പാസ് കൊടുത്തു കൊള്ളാമെന്ന് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കാൻ തുടങ്ങിയപ്പോ അബീ ഉബൈദ റളിയല്ലാഹു അൻഹുയുടെ വാപ്പയാണ് ജറാഹ്. അബീ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ആ വെല്ലുവിളിക്കുന്നത് എന്റെ വാപ്പയായ ജറാഹാണ്. എനിക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്റെ വാപ്പാനെ തടയാനുള്ള അനുമതി തരണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ, വിവരമില്ലാത്ത വാപ്പല്ലേ, നീ മിണ്ടാതിരിക്കവിടെ. അയാൾ കുറെ പൊലമ്പിയിട്ട് അങ്ങ് പൊക്കോട്ടെ, നമ്മൾ അയാൾ പറഞ്ഞൊന്നും മറുപടി കൊടുക്കാൻ പറ്റില്ല. മറുപടി കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബീ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. അപ്പോഴാണ് ജറാഹ് വന്നിട്ട് പറയുന്നത്, മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികളില്ലേ? മരിക്കാൻ പേടിയാണല്ലേ? മരിക്കാൻ പേടിയാണല്ലേ? വെറുതെ പറയാണ് സ്വർഗണ്ട്, ശുഹദായിന് സ്വർഗണ്ട്, ഹൂറുലിങ്ങളുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു പറ്റിക്കുകയാണല്ലേ? അതുകൊണ്ട് ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിന് വരട്ടെ, ഞാൻ അവരോട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് ജറാഹ് വന്ന് വെല്ലുവിളിച്ചപ്പോൾ അബീ ഉബൈദ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അബീ വ ഉമ്മീ ഫിദാഉൻ ലക യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയെക്കാട്ടിലും ഉമ്മയെക്കാട്ടിലും അങ്ങയെ പ്രേമിക്കുന്ന ആളാണ് ഞാൻ. എന്റെ വാപ്പ ജറാഹാണ് അങ്ങയെ വന്ന് വെല്ലുവിളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സമ്മതം തരണം. അബീ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അവിടെ അടക്കിയിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, ആ വെല്ലുവിളിക്കുന്ന ആൾ നിന്റെ വാപ്പയാണ്, നീ അടങ്ങിയിരിക്കുക. അബീ ഉബൈദ റളിയല്ലാഹു അൻഹു മൂന്നാമതും അവിടെ ഇരുന്നപ്പോൾ ജറാഹ് വന്നിട്ട് പറയാണ്, മുഹമ്മദേ, എന്റെ കൂട്ടത്തിൽ മരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ഇറക്കി വിടൂ മുഹമ്മദേ. മരിക്കാൻ പേടിയാണല്ലേ? ഇറക്കി വിടൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബീ ഉബൈദ റളിയല്ലാഹു അൻഹു മറുത്തൊന്നും ആലോചിക്കാതെ അവിടുന്ന് യുദ്ധക്കളത്തിലേക്ക് തന്റെ കയ്യിലുള്ള വാളുമായി എടുത്തങ്ങ് ചാടുകയാണ്. ചാടിച്ചെന്നുകൊണ്ട് അബീ ഉബൈദ റളിയല്ലാഹു അൻഹു വാപ്പയായ ജറാഹിന്റെ നേരെ വാളങ്ങോങ്ങുകയാണ്. ആ സമയത്ത് ജറാഹ് അന്തം വിട്ട് ഞെട്ടിത്തെറിഞ്ഞു നോക്കുമ്പോ സ്വന്തം പിതാവിന്റെ നേരെ വാളോങ്ങുന്നത് മകനാണ്. ജറാഹ് പറയാണ്, എടാ പൊന്നുമോനെ അബീ ഉബൈദ, നിനക്ക് ഈ വാള് പിടിപ്പിക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, നിനക്ക് ഈ ചവിട്ടടി വെക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ആ എന്റെ നേരെയാണോ നീ വാള് കുലച്ചുകൊണ്ട് വരുന്നത്? ആ കള്ളനായ മുഹമ്മദിന് വേണ്ടി. ഇത് പറഞ്ഞപ്പോഴേ അബീ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള വാള് കൊണ്ടൊരൊറ്റ വെട്ടങ്ങ് കൊടുത്തു വാപ്പാന്. വാപ്പയും മകനും തമ്മിൽ ദ്വന്ദ്വയുദ്ധം തുടങ്ങി. മണിക്കൂറുകളോളം പൊടിപാറുന്ന യുദ്ധം നടത്തുന്നതിന്റെ ഇടയില് ഒരു വ്യക്തിയുടെ തല ആകാശത്തേക്ക് പറന്നു പോകുന്നത് സ്വഹാബത്ത് കാണുകയാണ്. ആ പറന്നു വീഴുന്ന തലയുടെ പുറകെ ഒരാൾ ഓടുന്നതും സ്വഹാബത്ത് കാണുകയാണ്. ആരുടെ തലയാണ് പറക്കുന്നത്, ആരാണ് ഓടുന്നതെന്നറിയാതെ സ്വഹാബത്ത് നെഞ്ച്
നെഞ്ചത്ത് കൈവെക്കുകയാണ്. അബീ ഉബൈദ ആവരുത് അല്ലാ. സ്വഹാബത്തിന്റെ പ്രാർത്ഥന അതാണ്. ആ സമയത്ത് അവിടെ കാണുന്ന രംഗം എന്താണ്? വീണ് കിടക്കുന്ന തലയെടുത്തിട്ട് വാളിന്റെ മുകളിൽ കോളത്തി വെച്ചിട്ട് ആ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഉണ്ടാക്കിയ വാപ്പാടെ തല വാളിന്റെ മുകളിൽ കോർത്ത് വരികയാണ്. ആര്? അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വാപ്പാടെ തല ഉയർത്തിപ്പിടിച്ചു വന്നപ്പോൾ മാനുഷിക മൂല്യത്തിന് വില കൊടുക്കുന്ന റസൂലുള്ളാഹി അബീ ഉബൈദയുടെ നേരെ നോക്കിക്കൊണ്ട് പറയാണ്, അബീ ഉബൈദ, നിന്റെ വാപ്പാടെ തല മുറിച്ചിട്ടാണോ നീ വരുന്നത്? അല്ലാഹുവിന്റെ റസൂല് തല തിരിച്ചു കളഞ്ഞപ്പോ ഇറങ്ങി വന്നു നസലൽ അമീനു മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ, അങ്ങയുടെ പൊരുത്തം സമ്പാദനത്തിന് വേണ്ടി വാപ്പാടെ തല മുറിച്ചു വന്ന മകനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഈ ആയത്തിറങ്ങി അവിടെ. അങ്ങനെ സ്വന്തം പിതാവിന്റെ തല മുറിച്ചിട്ട് റസൂലുള്ളാഹിനോട് സ്നേഹം കാണിച്ചു കൊടുത്ത അബീ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. ഉമറുൽ ഫാറൂഖ് അവിടെ ഉണ്ട്. അവരൊക്കെ ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ അവിടെ ഉണ്ട്. അലിയാർ അവിടെ ഉണ്ട്. സിദ്ദീഖ് അവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവരൊക്കെ റസൂലുള്ളാഹിനെ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാ. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഷർട്ടിന്റെ ബട്ടണുകൾ തുറന്നിട്ടിട്ട് പറയുന്നത്, യമൻ എന്ന് വരുന്ന കാറ്റ് എനിക്കിഷ്ടമാണ്. എന്നെ ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള് ഇപ്പൊ യമനിലാണ്. സഹാബത്ത് ചോദിച്ചു, ഹബീബേ, ആരാണ് ആ മനുഷ്യൻ? അല്ലാഹുവിന്റെ റസൂല് പേര് പ്രഖ്യാപിച്ചു. യമനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉവൈസുൽ ഖർണി എന്ന ഫുൾ നെയിമിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇത്രമാത്രം അങ്ങയെ സ്നേഹിക്കുന്ന ഉവൈസ് യമനിലുണ്ടെങ്കിൽ യമനും മദീനയും തമ്മിൽ അധിക ദീർഘമായ ദൂരമില്ല. ഒരു 600, 800, 900 കിലോമീറ്റർ. ഒരു ഒട്ടകപ്പുറത്ത്, ഒരു കുതിരപ്പുറത്ത് വേണമെങ്കിൽ 2 or 3 ദിവസം അക്കാലത്ത് യാത്ര ചെയ്താൽ യമനിൽ നിന്ന്, സൻആയിൽ നിന്ന്, ഹളറമൗത്തിൽ നിന്ന്, യമനിൽ നിന്ന് മദീനയിലെത്താം. ആ വെളിപ്പാടകനെ ഇത്ര വലിയ മുഹിബുണ്ടായിട്ടും എന്താണ് അങ്ങയെ കാണാൻ വരാത്തത്, സ്വഹാബിയാവാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, മക്കളെ, യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കുന്ന ഉവൈസിനെ പറ്റി എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല. ആരാണ് അദ്ദേഹമെന്നോ? ലോകത്തിലെ ഏറ്റവും അധികം ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ ഉവൈസാണെന്ന് ഖാല റസൂലുള്ളാഹി. സ്വഹാബത്ത് ഞെട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലിയും കറമഹുല്ലാഹ്, അവരൊക്കെല്ലപ്പോ ഉവൈസാണ് ലോകത്തിലെ ഏറ്റവും അധികം ദുആക്ക് ഇജാബത്തുള്ളതെന്ന് റസൂലുള്ളാഹി പറയാനുള്ള കാരണം. ഉവൈസിനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പല പല സന്ദർഭങ്ങളിലും എന്നെ കാണാൻ വേണ്ടി ഉവൈസ് യമനിൽ നിന്ന് മദീനയിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമുള്ള വൃദ്ധയായ ഒരു ഉമ്മയുണ്ട്. മക്കളെ, ആ ഉമ്മാടെ ഖിദ്മത്തെടുക്കുന്നത് ഉവൈസാൻ. ഉമ്മാക്ക് വസ്ത്രം മാറ്റിക്കൊടുക്കുന്നത് ഉവൈസാൻ. ഉമ്മാനെ കുളിപ്പിക്കുന്നത് ഉവൈസാൻ. കിടന്ന കട്ടിലിൽ നിന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി എടുത്തുകൊണ്ടുപോകുന്നത് ഉവൈസാണ്. മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശൗചം ചെയ്ത് കൊടുക്കുന്നത് ഉവൈസാണ്. ഉമ്മാടെ മുടി മെടഞ്ഞിട്ട് കൊടുക്കുന്നത് ഉവൈസാണ്. ഉവൈസ് പലവുരി ചോദിച്ചു, പ്രിയപ്പെട്ട ഉമ്മ, മദീനയിലൊന്ന് പോയി എന്റെ റസൂലുള്ളാഹിനെ ഒന്ന് കണ്ടുവരട്ടെ. ഉമ്മ പറഞ്ഞു, മോനെ, എതിർപ്പുണ്ടായത് കൊണ്ടല്ല, നീ പോയാൽ ആരാണ് എനിക്ക് ഭക്ഷണം തരിക? ആരാണ് എന്നെ കുളിപ്പിക്കുക? ആരാണ് എന്നെ മലമൂത്ര വിസർജനത്തിന് കൊണ്ടുപോവുക? ആരാണ് ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുക? ആ ചോദ്യത്തിന് മറുചോദ്യമില്ലാത്തത് കൊണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമ്മാടെ ഖിദ്മത്തിലായി അകപ്പെട്ടു പോയി. ആ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ വഫാത്തായി. റസൂലുള്ള വഫാത്താകുന്നതിന്റെ മുമ്പേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, എന്റെ മരണശേഷം നിങ്ങൾ ആരെങ്കിലും യമനിൽ പോയിക്കൊണ്ട് ഉവൈസ് എന്ന് പറഞ്ഞ വ്യക്തിനെ കണ്ടാൽ അയാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. അയാളുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് റസൂലുള്ള വീണ്ടും പറയുകയാണ്. പകരം അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ യമനിൽ ചെന്ന് ഉവൈസിനെ കാണുന്ന സമയത്ത് എന്റെ വകയായി എന്റെ പ്രിയപ്പെട്ട ഉവൈസിന് ഈ പുതപ്പ് കൊടുക്കണം. ഏത് പുതപ്പ്?
അള്ളാഹുവിന്റെ റസൂല് പുതച്ചിരുന്ന ഒരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് ചുരുട്ടിയിട്ട് ഉബൈസിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഉമർ ബിൻ ഖത്താബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉബൈസിനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ ഈ പുതപ്പ് കൊണ്ടുപോയിട്ട് ഉബൈസിന് കൊടുത്തോളണം. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. ഞാൻ ചുരുക്കി പറയാം, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ്, സിദ്ദീഖുൽ അക്ബറിന്റെ ഭരണം കഴിഞ്ഞ്, ഉമർ ബിൻ ഖത്താബ് മദീനയുടെ രാജാവായപ്പോ, ഭരണമേറ്റെടുത്തപ്പോ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് പ്രാവർത്തികമാക്കാൻ യമനിലേക്ക് പുറപ്പെട്ടു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത് യമനിന്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ്. ഇസ്ലാമിക യമനിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ചെന്നു. യമനിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ആളുകളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ മദ്ഹ് പറഞ്ഞ, ഇത്രമാത്രം റസൂലുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞ ആ ഉവൈസിനെ കാണാനുണ്ടോ? നമ്മുടെ നാട്ടിലിപ്പോ ദുആക്ക് ഇജാബത്തുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ, മോനെ നോക്ക്, നമ്മുടെ നാട്ടിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആൾക്കാരുടെ അടയാളം എന്താ? നമ്മൾ സാധാരണക്കാർക്ക് നല്ല താടിയൊക്കെ വെച്ച്, ഒരു പച്ച ഷാളൊക്കെ തോളിലിട്ട്, ഒരു വലിയ കന്തൂറിട്ട്, 1001 മണിയുടെ ദസ്ബീം കയ്യിൽ പിടിച്ച് ഒരാളിങ്ങോട്ട് വന്നാൽ ഒരു 3-4 മാസം കുളിക്കാതെ, ഒരു 4-5 ദിവസം പല്ലിയേക്കാതെ, ഒരു 10 ദിവസം മൂത്രമൊഴിച്ചാൽ കഴുകാതെ, കുറച്ച് ദിവസം ആ തൊട്ടിയിലോ ചാലിലോ പോത്തിലോ ഒക്കെ ഇരുന്ന് ഒരുത്തൻ വരികയാണെങ്കിൽ നമ്മൾ തോന്നും ആള് ചില്ലറക്കാരനല്ലാട്ടാ. അപ്പോൾ കുറെ കാലമായിട്ട് മുമ്പേ കണ്ടിട്ടില്ല. കണ്ടോ, മുടി വെട്ടിയിട്ടില്ല, താടി വെട്ടിയിട്ടില്ല, വലിയ ദസ്ബിമാലുണ്ട്, വലിയൊരു പച്ചക്കുപ്പായം ഉണ്ട്, ഒരു പച്ച ഷാളുണ്ട്. ആളെ നമ്മൾ കുത്തുബാക്കും, കുത്തുബുൽ അഖ്താബാക്കും, വലിയാക്കും, ഔസാക്കും, അതിന്റെ മേലെ എന്തൊക്കെ കൊടുക്കാൻ പറ്റുക അതൊക്കെ ആക്കും. അങ്ങനെ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. മദീനയിൽ ചെന്ന് ഉമർ ഫാറൂഖ് അന്വേഷിച്ചു, ഉവൈസ് എവിടെ? ഉവൈസിന്റെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ, യമനിന്റെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ ഉവൈസിന് വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തെരച്ചിൽ നടത്തി. ഉവൈസിനെ കാണാനില്ല. നിരാശനായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് മടങ്ങിപ്പോരുകയാണ്. ആ സമയത്ത് യമനിന്റെ ഒരു മലമ്പ്രദേശത്ത് ഉമർ ബിൻ ഖത്താബ് എത്തപ്പെടുകയാണ്. അവിടെ കുറെ ആളുകൾ ആടിമേക്കുന്നുണ്ട്. മാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും യമനിൽ ഉവൈസ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ അറിയോ? ആ ആടിമേറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നു, ഉമറുൽ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങൾ ഈ പറയുന്ന റസൂലുള്ള ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പറഞ്ഞ അത്ര വലിയ ദറജയുള്ള ഉവൈസ് ഇവിടെ എവിടെയും കാണാനില്ല. പിന്നെ ഈ നാട്ടിലാകെയുള്ളതൊരു ഉവൈസാണ്. ഒരു ഭ്രാന്തനായ ഉവൈസുണ്ട് ഇവിടെ. ആളുകൾ വിലവെക്കാത്ത ഒരു ഫഖീറായ ഉവൈസുണ്ട് ഇവിടെ. അയാളാ കാണുന്ന മലയുടെ അടിഭാഗത്തിരുന്നു കൊണ്ട് തീ പൂട്ടിക്കൊണ്ട് ഒട്ടകത്തിനെ ചുട്ട് തിന്നുന്ന മനുഷ്യനുണ്ട് ഇവിടെ. അയാളാണോ നിങ്ങൾ പറയുന്ന ഉവൈസ്? ഒന്ന് ചെന്ന് നോക്കാം. അവസാനത്തെ കൈ മാത്രമേയുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് നോക്കുമ്പോൾ ഒരു വിജനമായ സ്ഥലത്തൊരു ഫഖീറായ മനുഷ്യനിരിക്കുന്നുണ്ട് ഒറ്റക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം മടക്കി, വ അലൈക്കും അസ്സലാം വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു. അത് പറഞ്ഞപ്പോൾ ഞാനെന്നൊരു വിഷയം എസ്പെഷ്യലി ഇതിന്റെ ഇടയിലൊന്ന് കയറ്റി വിടുക കേട്ടോ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന വിഷയമല്ല, എങ്കിലും പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മ വന്നത് അപ്പം പറഞ്ഞിട്ടില്ലേ പിന്നീട് ഓർമ്മ ഉണ്ടാവില്ല. ഈ സലാം പറയുന്ന വിഷയത്തിൽ നമ്മളൊക്കെ വളരെ പുറകിലാണ് അല്ലേ? ഈ പറഞ്ഞാൽ മടക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഭയങ്കര പിശുക്കന്മാരാണ്. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നിങ്ങളുടെ കയ്യിലില്ലേ മക്കളെ? ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിക്കുണ്ട് അക്കൗണ്ട്, ഫേസ്ബുക്കിലൊരു അക്കൗണ്ട്. ആദ്യം പേരിടുന്നതിന് മുമ്പ് കുട്ടിക്ക് FB-യിൽ ഒരു അക്കൗണ്ട് എടുക്കാനാണ് നിയ്യത്ത് ചെയ്യണത്. വാട്സപ്പിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് ഇല്ലാത്ത ഒറ്റ മഹ്ലൂക്കില്ല. എടുത്തതിനൊന്നും ഞാൻ കുറ്റം പറയല്ല, പുരോഗതിക്ക് ഇസ്ലാം എതിരല്ല. പക്ഷേ അത് മിസ്യൂസ് ചെയ്യാനും അത് അപകീർത്തിപ്പെടുത്താനും പാടില്ല എന്ന് മാത്രമേ ഇസ്ലാമിന് നിഷ്കർഷതയുള്ളൂ കേട്ടോ. അപ്പൊ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും കുറെ മുതാലിമീങ്ങളും വലിയമാരും സാധാരണക്കാരൊക്കെ വന്നിട്ട് സലാം പറയാറുണ്ട്. എങ്ങനെ സലാം പറയണമെന്ന് അറിയോ? ഒന്നിരിക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയാം, അല്ലെങ്കിൽ മിനിമം അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയാം, അല്ലെങ്കിൽ എഴുതുക. ഇത് എഴുതാനും സമയമില്ല, പറയാനും സമയമില്ല. ചിലവർ കാണാൻ എഴുതണ് AS
എന്താ എ ഒരു വരങ്ങട് ബാർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയാം. എ ബാർ എസ്. ഇതിനർത്ഥം എന്താ? അസ്സലാമു അലൈക്കും ആവാ, അവിടെ ഉണ്ടോ സുഹൃത്തേന്നും ആവാ, ഏത് വേണമെങ്കിൽ സ്പെല്ലിങ് വെക്കാം. എ ബാർ എസ് എന്ന് എഴുതിയാൽ നമ്മൾ കൊടുക്കേണ്ട മറുപടി ബി ബാർ എസ് കേട്ടോ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, സലാം പറയുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പൊന്നേ. ബഹുമാനപ്പെട്ട തഴവാ മുഹമ്മദ് കുഞ്ഞു മൗലവി പറഞ്ഞു പോയി, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. ഒരു മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും മിനിമം അതെങ്കിലും പറയണം. അതിൽ ഞാൻ നമ്മുടെ പൂനൂര് അബൂസാലി സക്കാഫി എപ്പോഴും പോലത്തെ ചിലപ്പോൾ അതേ സലാം പറയുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതേ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് പറയാനുള്ളതും കൂടി അങ്ങേരെ അങ്ങോട്ട് പറഞ്ഞു ജയിച്ചു. നമുക്കൊന്നും പറയില്ല. പിന്നെ ഖുർആൻ സലാമിനെ പറ്റി പറഞ്ഞത് ഫഹയ്യൂ ബി അഹ്സന മിൻഹാ. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ, അതിനേക്കാൾ മെച്ചമായ വാക്കുകൊണ്ട് അങ്ങോട്ട് സലാം പറയണം. അപ്പോ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർ വാലൈക്കും അസ്സലാമു അലൈക്കും അലൈക്കും എന്താ സമയമില്ല. ഖബറിലേക്ക് പോകണം, നമുക്കൊരു വാലൈക്കും മുസ്സല എന്ന് പറയാൻ ഇങ്ങോട്ട് സമയമില്ല. വാലൈക്കും എന്താ വാലൈക്കും? വാലൈക്കും എന്ന് പറയേണ്ട ഒരു കാറ്റഗറി ഉണ്ട്, അത് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല. അസ്സലാമു അലൈക്കും നമ്മളോട് ഒരുത്തം വന്ന് പറഞ്ഞാൽ വാലൈക്കും എന്ന് പറയേണ്ട അർത്ഥമുണ്ട്. അത് ആർക്കാ എന്താന്നൊക്കെ രഹസ്യമായി ചോദിച്ചാൽ പറഞ്ഞുതരാം, പരസ്യമായിട്ട് ഇപ്പൊ പറയില്ല കേട്ടോ. അങ്ങനെ പറയേണ്ട ഒരു വിഭാഗമുണ്ട്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പിശുക്ക് കൂടാതെ സലാം അടക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ട്വിറ്ററിലായാലും നെറ്റിലായാലും ഏതിലായാലും സലാം കംപ്ലീറ്റ് പറയണം. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്, വലിയ ഭക്തനാണ്. ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടൊരു കിതാബ് എഴുതുകയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതുകയാണ്. ആ കിതാബ് എഴുതുന്ന ഹംസത്തുൽ കിർമാനി എഴുതി മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സൽഅം, നമ്മളൊക്കെ എഴുതാറില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ നമുക്ക് സമയമില്ല. റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്ന് എഴുതിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാൻ നമ്മളിപ്പോ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് മലയാളത്തിലാച്ച ചിലർ മുഹമ്മദ് എന്ന് എഴുതി സ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിട്ടിട്ട് ആ ഇതായിട്ട് രണ്ട് കുത്തിടും. നമ്മൾ വായിച്ചോളണം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അതിന്റെ അർത്ഥം എഴുതാൻ പാടില്ല കേട്ടോ. അങ്ങനെ എഴുതാൻ പാടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുതണം. ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു എഴുതി തന്റെ അറബി കിതാബിൽ സൽഅം. അന്ന് രാത്രി ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, മോനെ നീ എന്റെ പേരെഴുതിയപ്പോ അവിടെ സലാം എഴുതാതെ സലാമെന്ന് എഴുതിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു മോനെ. അതുകൊണ്ട് എന്റെ പേര് എവിടെ എഴുതുമ്പോഴും നീ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കിർമാനി റളിയല്ലാഹു അൻഹു ഉറക്കുന്ന ചാടി എഴുന്നേൽക്കുകയാണ്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് എഴുതിയ കിതാബിന്റെ തുള്ളുകളൊക്കെ വലിച്ചങ്ങ് ചെയ്തിക്കളഞ്ഞിട്ട് ആദ്യം റസൂലുള്ളാഹിന്റെ പേരിൽ എഴുതിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സനദി യാ ദുഖരി യാ ഫഖരി യാ ഐനി യാ സിദ്ദി യാ ഫുആദി യാ ഖുറത്ത ഐനി യാ ഹബീബി യാ മഅശൂഖി യാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ കിതാബിന്റെ മുഖദ്ദിമ ഇൻട്രോഡക്ഷനിൽ തുടങ്ങി വെക്കുകയാണ്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയപ്പോൾ സമയം കിട്ടിയപ്പോൾ പറഞ്ഞതാണ്, സലാം പറയുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളങ്ങ് സലാം പറഞ്ഞപ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹു സലാം അടക്കുകയാണ്. വഅലൈക്കുമുസ്സലാം. ഉമർ തങ്ങൾ പരിചയപ്പെടുത്തി, അന ഉമർ ഇബ്നുൽ ഖത്താബ് മിൻ മദീനത്തിൽ മുനവ്വറ. ഞാൻ ഖത്താബിന്റെ മകനായ ഉമറാണ്, മദീന മുനവ്വറയിൽ നിന്ന് വരികയാണ്. ഇത് കേട്ടപ്പോൾ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന പാവപ്പെട്ട ഫഖീറായിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ തങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, എന്റെ റസൂലുള്ളാഹിന്റെ ഹാലെന്താ? നിങ്ങൾ എന്റെ റസൂലിന്റെ നാട്ടിൽ നിന്ന് വരികല്ലേ, എന്റെ റസൂലുള്ളാഹിന്റെ ഹാലെന്താ? ബഹുമാനപ്പെട്ട ഉവൈസ് അറിഞ്ഞിട്ടില്ല റസൂലുള്ള വഫാത്തായത്. അക്കാലത്ത് പത്രമില്ല, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളില്ല, ടി വി ഇല്ല, ക്യാമറയില്ല, മറ്റുള്ള സംവിധാനങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചത് ഉവൈസ് അറിഞ്ഞിട്ടില്ല. യമനിൽ താമസിക്കുന്ന ഉവൈസ് ഉമർ ഇബ്നുൽ ഖത്താബ് വിവരങ്ങളൊക്കെ പറയുമ്പോൾ മിണ്ടാതെ കേട്ടിരുന്ന ഉവൈസ് പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ള മരണപ്പെട്ട വിവരം അറിഞ്ഞിട്ട് കരയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഉവൈസ് തങ്ങളൊരൊറ്റ ചോദ്യമാണ്, മഹാനായ ഉമറേ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ റസൂലുള്ളാഹിനെ, കരളിൻ്റെ കഷ്ടമായ റസൂലുള്ളാഹിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചവരാണോ? ആരോടാ ചോദിക്കുന്നത്? ഖത്താബിന്റെ മകനായ ഉമറിനോടോ? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ് ലാ നബിയ്യ ബഅദി അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ. ബുഖാരിയുടെ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർദ്ധസംഖ്യക്കിടയില്ലാത്ത വിധം, ലാ നബിയ്യ ബഅദി, ലൗ കാന ബഅദി നബിയ്യുൻ, എന്റെ ശേഷം ഒരു നബി വരികയാണെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഖത്താബിന്റെ മകനായ ഉമറാണ് നബി ആവേണ്ടത്. ലാ നബിയ്യ ബഅദി, എന്റെ ശേഷം നബി ഇല്ലേ ഇല്ല. അന ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. അല്ലെങ്കിൽ ഖത്താബിന്റെ മകനായ ഉമറാണ് നബി ആവേണ്ടതെന്ന് റസൂലുള്ള തന്റെ ശേഷമുള്ള ആളെ പറ്റി പ്രഖ്യാപനം നടത്തിയ, അത്ര വലിയ ദറജയിലെത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്ത ആളാണോ? ആ ഉമർ ഇബ്നോടാണ് ചോദ്യം. ഉമറേ, കരളിന്റെ കഷ്ടമായ റസൂലുള്ളാഹിനെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബൈസേ, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങളുടെ ബാപ്പാനെക്കാട്ടിലും മക്കളെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും എല്ലാത്തിനേക്കാൾ ഞങ്ങളുടെ മുത്തു മുസ്തഫ കരളിന്റെ കഷ്ടം, ഹൃദയത്തിന്റെ വാചനം മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. ഉവൈസ് ഒരൊറ്റ ചോദ്യമാ, ഞാൻ സമ്മതിക്കത്തില്ല. ഇത് പറഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല ഉമറേ. എന്റെ ഹബീബിനെ നിങ്ങൾ കരളിന്റെ കഷ്ടമായ റസൂലുള്ളാഹിനെ നിങ്ങൾ എല്ലാത്തിനേക്കാളും സ്നേഹിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുഖം ഇരുണ്ടുപോയി. ഉവൈസുൽ ഖർണിയുടെ മുഖത്ത് നോക്കി ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു പോയി എന്ന വാർത്ത പറഞ്ഞപ്പോൾ ആ വാർത്ത പറഞ്ഞവന്റെ കഴുത്തറക്കുമെന്ന് ലോകത്ത് പ്രഖ്യാപിച്ചവനാ ഉമർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടാണ് ആയത്ത് ഓതിക്കൊടുത്തത് ഉമറുൽ ഫാറൂഖ് തങ്ങളോട്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബലിഹി റുസുൽ. ഈ ആയത്ത് ഓതിയപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് വാൾ നിലത്തിട്ട് സറണ്ടർ ചെയ്ത് പൊട്ടിക്കരഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ള മരിച്ചു എന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്തങ്ങ് വെട്ടിക്കളയുമെന്ന് പറഞ്ഞ ആ ഉമറുൽ ഫാറൂഖിനോടാ പറയുന്നത്, ഉമറേ, നിങ്ങൾ റസൂലുള്ളാഹിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ലേ ഉമറുൽ ഫാറൂഖ്? ചരിത്രത്തിലേക്ക് ഞാൻ പോകുകയല്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഉവൈസുൽ ഖർണിയോട് ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? ഉവൈസ് തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ? എന്റെ റസൂലുള്ള ഉഹദിൽ പങ്കെടുത്തില്ലേ? പങ്കെടുത്തു. എന്റെ റസൂലുള്ളാഹിന്റെ മുമ്പല് പൊട്ടിയില്ലേ? പൊട്ടി. എന്റെ റസൂലുള്ളാഹിന്റെ വലത്തെ കൈയിന്റെ ചെറുവിരല് ശത്രുവിന്റെ വാളുകൊണ്ട് വെട്ടേറ്റുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചെറുവിരല് പൊടിഞ്ഞിട്ട് ചോര വന്നില്ലേ? വന്നു. ആ ചെറുവിരൽ ഉയർത്തി കാണിച്ച് റസൂലുള്ള പറഞ്ഞു പോയി,
ഹൽ അൻതി ഇല്ലാ ഇസ്ബഉൻ ദബിതി വഫീ സബീലില്ലാഹി മാലഖീതി. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരൽ പൊട്ടിക്കൊണ്ട് ഉഹദ് യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹിന്റെ ചോര വീണ് പോന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പല്ല് പൊട്ടിയിട്ട് ഉഹദ് യുദ്ധക്കളത്തിൽ പല്ല് ഷഹീദായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കൈക്ക് വിരലിന് കൊത്തിവെച്ചവന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പല്ല് പൊട്ടിയവനെ പൊട്ടിച്ചവനെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉവൈസ് തങ്ങൾ പറയാണ്, അതൊക്കെ വേറെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ചോദിച്ചത്. റസൂലുള്ളാഹിന്റെ പല്ല് പോയതിന് പ്രായശ്ചിത്തം നിങ്ങൾ എന്ത് ചെയ്തു ഉമറേ? ഉമറുൽ ഫാറൂഖിന് അപ്പോഴാണ് ചോദ്യത്തിന്റെ കാതലായ വശം മനസ്സിലായത്. ഉമറുൽ ഫാറൂഖ് നിന്ന് വിയർക്കുകയാണ്. ആ സമയത്ത് ഉവൈസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, ഖത്താബിന്റെ മകനായ ഉമറേ, നിങ്ങളൊക്കെ വലിയ മഹാനാ. അല്ലാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് നിങ്ങൾ. ഈ പാവപ്പെട്ട ഉവൈസ് വലിയ പാവപ്പെട്ടവനാണ്, ഫഖീറാണ്. ഞാനൊരു കാര്യം പറയുമ്പോ വിഷമം തോന്നരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പല്ല് ഉഹദിൽ വെച്ച് ഷഹീദായി എന്ന വിവരം എനിക്ക് കിട്ടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. മദീനയിലെ വിവരം എനിക്ക് യമനിന്റെ മലമ്പ്രദേശത്ത് വെച്ച് കിട്ടുന്നത്. ആ വിവരം കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തെന്നോ, എന്റെ വായിലുള്ള പല്ല് ഒരു കല്ലെടുത്തിട്ട് ഒരൊറ്റ കുത്തിനൊരു പല്ലങ്ങ് ഇടിച്ചു കളഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ ഒരു പല്ല് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹൃദയം തുറന്ന് ശേഖരിക്കുന്ന ഉവൈസിനൊരു പല്ല് വേണ്ട. ഉവൈസുൽ ഖർനി തങ്ങൾ പറയാണ്, ഉമറേ, ആ പല്ല് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പല്ലാണ് പൊട്ടിയത്? മുമ്പല്ലാണോ, അണപ്പല്ലാണോ, കോമ്പല്ലാണോ? പല്ല് പലതുണ്ടല്ലോ. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ഉമറേ. ആ വലിയ കല്ലെടുത്തിട്ട് എന്റെ വായിലുള്ള 32 പല്ലും ഇടിച്ചു പൊടിച്ച് കളഞ്ഞു. ഹബീബ് റസൂലുള്ളാഹിക്ക് ഒരു പല്ലില്ലെങ്കിൽ അവിടുത്തെ മുഹിബ്ബായ ഉവൈസിന് ജീവിതത്തിൽ പല്ലേ വേണ്ട. ഉവൈസ് തങ്ങൾ വാ തുറന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് ഉവൈസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് കരഞ്ഞിട്ട് തന്റെ കയ്യിലുള്ള പുതപ്പ് റസൂലുള്ള സമ്മാനിച്ചത് ഉവൈസിന് കൊടുത്തുകൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് യമനിന്ന് തിരിച്ചു പോണ നാടാ യമൻ മക്കളെ. ഉജിരത്തങ്ങൾ എന്ന് പറയുന്ന ഹാദി തങ്ങളുണ്ടല്ലോ, ഇവിടെ വലിയ ദറജയുള്ള കബീലയുടെ മഹാനുഭാവനാണ് ഹാദി തങ്ങള്. സുബ്ഹാനല്ലാഹ്, അടുത്ത ദിവസം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പൊസോട്ട് തങ്ങള് പണ്ഡിതന്മാരുടെ പണ്ഡിതനും സയ്യിദന്മാരുടെ സയ്യിദുമായിരുന്ന താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങള്, ഉള്ളാളത്ത് മറപെട്ട് കിടക്കുന്ന സയ്യിദ് മദനി തങ്ങള്, മമ്പറത്ത് മറപെട്ട് കിടക്കുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങള്, ഇവരുടെയൊക്കെ നാടേതാ? കർണാടകയല്ല, കേരളമല്ല, തമിഴ്നാടല്ല, ഡൽഹിയല്ല, ആന്ധ്രയല്ല. ഇവരൊക്കെ എവിടുന്ന് വന്നവരാണെന്നറിയോ? ആദി തങ്ങളുടെ വാപ്പന്റെ 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 ഉപ്പന്റെ 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 ഉപ്പ ഉള്ളാളെന്ന സയ്യിദ് മദനി തങ്ങള്, താജുൽ ഉലമയുടെ ഉപ്പന്റെ 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 ഉപ്പ എവിടുന്ന് വന്നവരാണ്? യമനെന്ന് പറയുന്ന നാട്ടിലെ ഹളറമൗത്തിൽ നിന്ന് വന്നവരാ. ഖുതുബുസ്സമാൻ അലവി തങ്ങളുടെ നാട് യമനിലെ ഹളറമൗത്താണ്. ഒട്ടുമിക്ക സാദാത്യങ്ങളുടെയോ കബീല കിടക്കുന്നത് യമനിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അൽ ഇൽമു ഫിൽ യമൻ, ഇൽമു കിടക്കുന്നത് യമനിലാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്ന ഖുർആനിന്റെ ആയത്ത്
ജമാഅത്ത് മുറുക്കെ പിടിക്കാനാണ്. രാഷ്ട്രീയത്തിന്റെ പേരില്, ഗ്രൂപ്പീസത്തിന്റെ പേരില്, വിഭാഗീയതയുടെ പേരില് നമ്മൾ തമ്മിൽ തല്ലരുത്. നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടാവണം. ആരെയും തല്ലാനോ കൊല്ലാനോ അല്ല, ആരെയും എതിർക്കാനോ വെല്ലുവിളിക്കാനോ അല്ല, ആരെയും കൈക്കരുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്താനല്ല. ഐക്യത്തിൽ നിൽക്കുന്നവരത്ത് ബറക്കത്തുണ്ട്. യദുല്ലാഹി അലൽ ജമാഅ, സംഘടിച്ച് നിൽക്കുന്നതിലാ ബറക്കത്ത്. തെറ്റിയാൽ അവിടുന്ന് ബറക്കത്ത് പോകും, ഐശ്വര്യം പോകുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആധുനിക മുസ്ലിം സമുദായം ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിന്റെ കഥ അറിയാണെങ്കിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു നാടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? പിറന്ന നാടിന് വേണ്ടി പോരടിക്കുന്ന ഫലസ്തീൻ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തിരിഞ്ഞു നിസ്കരിച്ച ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഖിബല കിടക്കുന്ന ജെറുസലം പട്ടണം അടക്കമുള്ള ഫലസ്തീനില് യഹൂദികൾ കയറി കൈയടക്കിയിട്ട് പാവപ്പെട്ട മുസ്ലിമിനെ കൊന്നെടുക്കുകയാ മക്കളെ. ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. കാര്യം വിവരമില്ലാത്ത വിവരദോഷികളുടെ നാടാണ് പാകിസ്ഥാനെങ്കിലോ. എന്തിന്റെ പേരിലായാലും ഏതിന്റെ പേരിലായാലും അവിടെയും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയാ. നക്ഷബന്ദി, ഖാദിരിയ, റിഫായിയ, ബാലവിയ തുടങ്ങിയ തരീഖത്തിന്റെ നാടാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെയും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയാ. ഈജിപ്തിന്റെ മണ്ണ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നഫീസത്തുൽ മിസ്രിയയുടെ നാടായ ഈജിപ്ത്, യൂസുഫ് നബിയുടെ നാടായ ഈജിപ്ത്, ഇസ്ലാമിക പ്രഭാവപൂരണത്തിന്റെ നാടായ ഈജിപ്ത്. ആ ഈജിപ്തിൽ കൊണ്ടുപോയി ക്ലസ്റ്റർ ബോംബിട്ടിട്ട് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഈജിപ്ത്, മിസ്ർ എന്ന് പറയുന്ന ഈജിപ്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുസ്ലിമീങ്ങൾക്കുള്ള 68 രാഷ്ട്രങ്ങളിൽ 38 രാഷ്ട്രങ്ങളിലും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിലേക്ക് കടന്നു പോകാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ബുദ്ധിജീവികളും ഒരുപാട് ജീനിയസായ ന്യൂ ജനറേഷന്റെ കുട്ടികളെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനിലൂടെ ഈ ശബ്ദം അങ്ങ് രാജ്യത്ത് ഗൾഫിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉത്ബോധനത്തിന് വേണ്ടി ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ നാം ഒറ്റക്കെട്ടായി മാറണം. ആരെയും തല്ലാനും കൊല്ലാനും വെല്ലുവിളിക്കാനും ഒന്നുമല്ല. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നാം ഒന്നിക്കണം പ്രിയപ്പെട്ടവരെ. അതിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഉണ്ടാവും. അതൊക്കെ വിട്. ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കൂ. നമ്മള് ഇൽമ കൊണ്ട് മുന്നേറുക, നമ്മള് വിദ്യാഭ്യാസം കൊണ്ട് വളരുക. നമ്മള് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയത്, അറിവാണ് ഏറ്റവും വലുത്. അറിവ്, ജ്ഞാനം അല്ലാഹു ഒരാൾക്ക് നൽകപ്പെട്ടാൽ അതിന്റെ പിറകെ അല്ലാഹു പിന്നെ അവന് ഇന്നതാ കൊടുക്കാന്നില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ആർക്കെങ്കിലും അല്ലാഹു ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നാഫിയായ ഇൽമ്, നാഫിയായ ഇൽമ് ആർക്കെങ്കിലും അല്ലാഹു നൽകിയാൽ, നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുത്ത ഇൽമ്, അതാർക്കെങ്കിലും നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അധികരിച്ച ഖൈർ അല്ലാഹു അതിന്റെ പിറകെ അവന് നൽകും. കേട്ടോ, ഇൽമ് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട. അല്ലാഹു അതിന്റെ പിറകെ അങ്ങനെ വാരി പണവും ദറജയും പവറും പത്രാസും ഒക്കെ അവന്റെ പിറകെ അല്ലാഹു ഇങ്ങനെ കൊണ്ടുപോയി നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാകുക. മോനെ മക്കളെ, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മമാർ ഇവിടെ വാല് കേൾക്കാൻ വന്നിരിക്കേണ്ട, അവരോട് കൂടി ഞാൻ കേൾക്കാൻ വേണ്ടി പറയാം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണത്? അത് പള്ളി ദർസിൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഓതി പഠിക്കുന്നുണ്ട്. ശരീഅത്ത് കോളേജ് ഉണ്ട്, ദഅവാ കോളേജ് ഉണ്ട്, ബോഡി മദ്രസ ഉണ്ട്, ഓർഫനേജ് ഉണ്ട്, അങ്ങനെ പല സ്ഥാപനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസം എന്ന റസൂൽ അള്ളാഹുവിന്റെ ദീന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ പരിധിയിൽ ഏതൊക്കെ വിദ്യാഭ്യാസം കൊടുക്കും? എല്ലാ വിദ്യാഭ്യാസവും കൂടും മോനെ. എല്ലാ വിദ്യാഭ്യാസവും ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം. മോനെ, ആ തല താത്തിരിക്കണം. മുത്താലിമിനോട് വിളിച്ചാൽ തല താത്തിരിക്കാൻ പാടില്ല കേട്ടോ. ഇസ്ലാമിലെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത മതം. എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ തിന്നണം, എങ്ങനെ കക്കൂസ് പോകണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ഡ്രസ് ഇടണം, എങ്ങനെ തലയെക്കെട്ട് കെട്ടണം, എങ്ങനെ താടി വെക്കണം, എങ്ങനെ മീശ വെട്ടണം, എങ്ങനെ നഖം വെട്ടണം, എങ്ങനെ വാച്ച് കെട്ടണം, എങ്ങനെ മൊബൈൽ വെക്കണം, എങ്ങനെ ചെരുപ്പിടണം. ഇതൊക്കെ ഇൻഡിവിജ്വലായി നിയമം പറഞ്ഞ ഒരു മതം ലോകത്ത് ഇസ്ലാം മതമല്ലാതെ വേറൊരു മതവുമില്ല.
ഞാനത് പറയാൻ അതിനു വേണമെങ്കിൽ ഒരു ദർസ് എടുക്കണ്ടേ. വയലിൽ അതൊക്കെ പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കുറഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ അള്ളാന്റെ ദുനിയാവിലുള്ള മുഴുവൻ കാര്യം പറഞ്ഞു തീർക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവ കുറച്ച് കാര്യം പറയാനൊക്കെ ഉള്ളു. അതുകൊണ്ട് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, മുഖത്തോട് മുഖം. ഞാൻ ഇപ്പം നിങ്ങളുടെ മുഖം ഫേസ് ടു ഫേസ് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങടാക്കാനും പാടില്ല. അത് സഹോദരന്റെ മനസ്സിൽ തെറ്റായ വികാരമുണ്ടാക്കും, അവന് പിണക്കമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മുസ്ലിം നിങ്ങൾക്ക് വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയ്യാന്നു. ഒരു പുരുഷന് കൈ കൊടുക്കുക, പുരുഷൻ പെണ്ണിന് കൈ കൊടുക്കാൻ പാടില്ല എന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു പുരുഷന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയ്യാന്നാൽ, ഒരു മുസ്ലിം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ സഹോദരൻ ആ കൈ ഊരുന്നതിന് മുമ്പ് നീ കൈ ഊരരുത്. അസ്സലാമു അലൈക്കും കൈ ഇങ്ങോട്ട് വലിക്കരുത്. അത് അവനൊരു സൈസ് ഇറിറ്റേഷൻ ഉണ്ടാക്കി കളയും. അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച മതാ നമ്മുടെ മതം കേട്ടോ. ഈ ദീനുൽ ഇസ്ലാം പരിപൂർണ്ണ ഇസ്ലാമാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയം അതല്ല. എല്ലാ ഇൽമും അള്ളാഹുവിന്റെ ഇൽമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറും എഞ്ചിനീയറും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാ ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ ഇസ്ലാമിൽപ്പെട്ട അറിവാണ് മോനെ. നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്തോ. ഞാൻ അവിടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും എൻ്റെ ജൂറി സെക്ഷൻ, എൻ്റെ അധികാര പരിധി, കർണാടകയിൽ എനിക്ക് അധികാരമില്ല, എൻ്റെ ജൂറി സെക്ഷൻ കാസർഗോട്ടേക്കാണ് കടക്കുമ്പോൾ എൻ്റെ അധികാര പരിധിയിലെത്തും. അവിടെ ഒരു കോടതിയിൽ ഇപ്പൊ സിറ്റിംഗ് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾ പ്രകാരം നിങ്ങൾ അവിടെ വന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നാ പോരാ. ആ കസേരയിൽ ഇരിക്കണമെങ്കിൽ ഞാൻ പറയണം, പ്ലീസ് കസേരയിൽ ഇരുന്നോളൂ, ഇരിക്കുമെന്ന് പറയണം. പറയാൻ പാടില്ല, കാരണം ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ അവിടെ കേസ് അപ്പീർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് തൊരുത് കുമ്പിട്ട് അവിടെ ഇരുന്നിട്ട് അവർക്കൊന്ന് മൂത്രയ്ക്കാൻ പോകുമ്പോൾ അവർ പറയും, സർ പൊക്കോളാൻ പറയും. ഇത് അതിനേക്കാൾ വലിയ ഇൽമിന്റെ സരസാണ്. അലിമിങ്ങളും സയ്യിദന്മാരും പഠിക്കുക. വരാനും നിയമല്ല, പോകാനും നിയമല്ല. നിങ്ങള് ബാംഗ്ലൂർ പോയിട്ട് നാളെ ഇവിടെ UT ഖാദർ വരുന്നുണ്ട്. ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ്, കർണാടകയുടെ പ്രഗത്ഭനായ ഹെൽത്ത് മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ കാണാൻ നിങ്ങൾ ബാംഗ്ലൂരിൽ പോയി, അദ്ദേഹത്തിന് നിങ്ങൾ പരിചയമുള്ള ആളാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്, സുന്നത്തി ജമാഅത്തിന്റെ ആളാണ്, ഒക്കെ ശരിയാ. അദ്ദേഹത്തിന് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി അവിടെ ഉണ്ടാവും. അയാളോട് എന്നിട്ട് പറയും, സാറിനൊന്ന് കാണണം പറ. വെയിറ്റ് ചെയ്യൂട്ടോ. പി അവിടെ ചെന്നിട്ട് പറയും, സാർ മൂടെടുക്കുന്ന 2 പ്രവർത്തകന്മാർ വന്നിട്ടുണ്ട്, സാറിനെ കാണാനാ. കടന്നു വരാൻ പറയും. അപ്പൊ മര്യാദ ഉള്ളവൻ എന്താ പറയാ, ആ കവാടത്തിന്റെ അവിടെ ചെല്ലുമ്പോ ഇംഗ്ലീഷിൽ ചോദിക്കും, മേ ഐ കമ്മിങ് സർ, മേ ഐ കമ്മിങ് സർ, ഞാൻ അങ്ങോട്ട് വരട്ടെ സാറേ എന്നതിന്റെ അർത്ഥം മലയാളത്തില്. ഇത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോ നമുക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. മേ ഐ കമ്മിങ് സർ, യെസ് കമ്മിങ്, കടന്നു വരൂ.